പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് ചിലപ്പോൾ പറയേണ്ടി വരുമ്പോഴൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ കാണുകയും ഇടപെടുകയും ചെയ്യുന്നത് എന്ന് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 31 years ago, I was forced to leave my country because I wrote the truth. I wrote for freedom of thought, freedom of expression, and human dignity. And for that, I was punished. ഇന്നത്തെ വിശിഷ്ടാതിഥി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൈരളി ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ച് വളരെ പുതുമ നൽകുന്ന ഒന്നാണ്. പുസ്തക പ്രസാധക രംഗത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലാണ് കൈരളി ബുക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് 4ാം തവണ ഇത്തരത്തിലുള്ളൊരു വിപുലമായിട്ടുള്ള ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ലോകമറിയപ്പെടുന്ന എഴുത്തുകാരി തസ്ലീമ നസ്രീൻ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, കണ്ണൂരിലെത്തിയിരിക്കുന്നു എന്നുള്ളത്, അതിന് അവസരമൊരുക്കിയത് കൈരളി ബുക്സാണ്, ഈ ഫെസ്റ്റിവലാണ്. നേതൃത്വം കൊടുത്തിട്ടുള്ള കൈരളി ബുക്സിനെയും സംഘാടകരെയും എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ കൈരളി ബുക്സുമായി പല ഘട്ടത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വിദ്യാലയത്തിനും ഓരോ പുസ്തകം എന്ന നിലയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് പ്രചോദനമായത് കൈരളി ബുക്സ് ആയിരുന്നു. കൈരളി ബുക്സും ചിന്ത പബ്ലിഷേഴ്സുമാണ് ആ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിനൊപ്പം നിന്നിട്ടുള്ളത്. ഏതാണ്ട് 1200 വരുന്ന പുസ്തകങ്ങൾ അതിൻ്റെ ഭാഗമായി ഒരു ദിവസം നമുക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടി സാധിച്ച ഒരു വലിയ റെക്കോർഡിട്ടുകൊണ്ടാണ് ആ ഒരു പ്രവർത്തനം നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മറ്റൊരു വ്യത്യസ്തമായ പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ കൈരളി ബുക്സിൻ്റെയും അശോക് കുമാറിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ വിജ്ഞാനകോശം തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനത്തിലാണുള്ളത് ജില്ലാ പഞ്ചായത്ത്. അതിന് എല്ലാ പിന്തുണയും നൽകുന്നത് കൈരളി ബുക്സാണ്. കണ്ണൂരിലെ പ്രിയപ്പെട്ട എഴുത്തുകാർ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ സർവ്വതും ഉൾക്കൊള്ളുന്ന ഒരു വലിയ മുൻകൈ പ്രവർത്തനമായി കണ്ണൂർ വിജ്ഞാനകോശം മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളുള്ളത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ കൈരളി ബുക്സ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. വളരെ നൂതനമായിട്ടുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് കൈരളി ബുക്സ് ഇന്ന് കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രസാധക സംഘം എന്ന നിലയിൽ അഭിമാനത്തോടെ നമുക്കതിനെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും വളരെ വ്യത്യസ്തമായി ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു നിറ സാന്നിധ്യമായി ഈ ഫെസ്റ്റിവലിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി തസ്ലീമ നസ്രീൻ, അവർ വേട്ടയാടലിൻ്റെ ഇരയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിരൂപമാണവർ. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ സാധിക്കാതെ അവിടുന്ന് മാറി താമസിക്കേണ്ടി വന്ന അനുഭവമാണ് അവരുടെ മുമ്പിലുള്ളത്. ഒരു ബംഗ്ലാദേശിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള പുതിയ പുതിയ ഉദാഹരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുമാൾ മുരുകനെ പോലുള്ളവർക്ക് എഴുത്ത് നിർത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. കൽബുർഗിയെ പോലെ, ഗോവിന്ദ് പൻസാരയെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാർക്കുമൊക്കെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം,
ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതാണ്ട് ലോകരാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പിറകിലുള്ള അവസാനത്തെ പട്ടികയിലാണ്, ഏതാണ്ട് 170 പിറകിലാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യം വലിയ സമ്പദ്ഘടനയായി വളരുന്നു, വികസിത സമ്പദ്ഘടനയായിട്ട് മാറുന്നു, വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്ന അവകാശപ്പെടുമ്പോഴും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അവികസിതാവസ്ഥയുടെ സൂചകങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഭരണകൂടങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ടാവുന്നു. ശാസ്ത്രം അതിനെ തിരസ്കരിക്കുന്ന പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലെങ്കിൽ മിത്തുകളും ഒക്കെ ശാസ്ത്രമാണെന്ന് വരുത്തീർത്ത് പ്രചരിപ്പിക്കുന്ന, ഇത് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ പ്രതിരോധത്തിൻ്റെ പുതിയ മതിലുകൾ സൃഷ്ടിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകൾ, ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമുക്ക് കരുത്തും സഹായകരവുമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സഹായകരമായിട്ടാണ് കൈരളി ബുക്സ് ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഇവിടെ മുഖ്യ അതിഥിയായി എത്തിച്ചേരേണ്ടിയിരുന്നത് നിയുക്ത MLA അഡ്വക്കേറ്റ് TO മോഹനനായിരുന്നു. അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളായി എത്തിച്ചേരേണ്ടിയിരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, സിറ്റി പോലീസ് കമ്മീഷണർ P നിതിരാജ് IPS ആയിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സെക്രട്ടറി ജില്ലാ ലൈബ്രറി കൗൺസിൽ ശ്രീ PK വിജയനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സാഹിത്യത്തെയും കലയെയും ഇഷ്ടപ്പെടുന്ന കണ്ണൂരിലുള്ളവർക്ക് എല്ലാം സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കൈരളി ബുക്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ 3 ദിവസത്തെ പരിപാടി എഴുത്തുകാർ മാത്രമല്ല, വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവർ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. എഴുത്തുകാരെ പോലെ തന്നെ എഴുത്തുകാരും പ്രസാധകരും വായനക്കാരും ഇത് 3 ചേരുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. എഴുതുന്നത് യഥാസമയം പ്രസിദ്ധീകരിക്കലും അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടവ വായനക്കാരുടെ മുന്നിലേക്ക് എത്തിക്കലും, ഈ ഒരു കൃത്യമായ ഒരു പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് തങ്ങളുടെ സൃഷ്ടികൾ ആരെ ഉദ്ദേശിച്ചാണോ തയ്യാറാക്കിയിട്ടുള്ളത് അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ പ്രസാധകർ. കണ്ണൂരിലും പ്രസാധകരുടെ വലിയൊരു സംഘമുണ്ട്. അതിൽ പ്രമുഖരാണ് നമ്മുടെ കൈരളി ബുക്സ്. ഈ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായനക്കാരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ വായിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് ലൈബ്രറി കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവതലമുറ വായിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അവർ നന്നായി വായിക്കുന്നവരുണ്ട്. അത് നമുക്ക് നാളെയും മറ്റന്നാളും നടക്കുന്ന സെഷനിലൂടെ അത് മനസ്സിലാവും. പുതുതലമുറ വായിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വായിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിരന്തരമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവധിക്കാലത്ത് ഏപ്രിൽ മാസം, മെയ് മാസത്തിൽ ജില്ലയിലെ ആകെയുള്ള ഗ്രന്ഥാലയങ്ങളിൽ കുട്ടികളുടെ 2 മാസക്കാലത്തെ അവർ വായിക്കൽ മാത്രമല്ല, കുറിപ്പുകൾ തയ്യാറാക്കൽ മാത്രമല്ല, അവരുടെ സർഗാത്മകമായിട്ടുള്ള എല്ലാ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവിടെ മാത്രം നിൽക്കുന്നില്ല, അത് വനിതകളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഈ ജനതയിലാകെ വായന എത്തിക്കുക, വായിക്കുന്ന ഒരു ജനത, ചിന്തിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിലേക്ക് കേരളത്തിലെ, വിശേഷിച്ച് കണ്ണൂരിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനം നടത്തുന്നവർക്കെല്ലാം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടന്നു കാണുക എന്നുള്ളതിൽ. അതിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളവരാണ് നമ്മുടെ കൈരളി ബുക്സ്. ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും
പ്രത്യേകിച്ച് ലോകം ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ഉൾപ്പെടെ വേദിയിലുള്ള എല്ലാവർക്കും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുകയാണ്. ഈ ചടങ്ങിനും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി സംഘടനാ സെക്രട്ടറി ശ്രീ MK മനോഹരനെ ക്ഷണിക്കുന്നു. ആദരണീയരെ, സ്നേഹമുള്ളവരെ, കൈരളി ബുക്സ് സംഘടിപ്പിക്കുന്ന ഈ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റ്, അതിന് വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ എഴുത്തുകാരുടെ സാന്നിധ്യം, പങ്കാളിത്തം ഇതിലുണ്ട് എന്നുള്ളതാണ്. ഒരു 3 ദിവസത്തെ പരിപാടികളെടുത്ത് നോക്കിയാൽ മുതിർന്ന എഴുത്തുകാരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും പുതിയ എഴുത്തുകാരും ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളത്, അതും കുറേ ആളുകൾ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. എഴുത്തിൽ വലിയ രീതിയിലുള്ള മാനവികത ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണിത്. എഴുത്തിലതുണ്ട്. നമുക്കറിയാം, ഏറ്റവും പുതിയ എഴുത്തുകാരൊക്കെ അവരുടെ ഒരു രീതിയിലുള്ള എഴുത്തുണ്ട്, വളരെ മൗലികമായ എഴുത്തുണ്ട്. അതോടൊപ്പം തന്നെ അവർ ലോകം കുറെ കൂടി നന്നായി പോകേണ്ടതുണ്ട് എന്നുള്ള ചിന്ത, ആഴമുള്ള ചിന്ത നമ്മുടെ നോവലിൽ, മലയാളത്തിൽ ഇറങ്ങുന്ന നോവലുകളിൽ, കഥകളിൽ, കവിതകളിലൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇവിടെ തസ്ലീമ നസ്രീൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലം നല്ല കാലമല്ല. വലിയ രീതിയിലുള്ള വെറുപ്പും വിഭജനവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനെതിരായ, ജനാധിപത്യത്തിനെതിരായ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പ്രസാധകർക്ക് നേരെ ഇന്നലെ ഉണ്ടായി, പ്രസാധകർക്ക് നേരെ പോലും വലിയ ഭീഷണികൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ എഴുതിക്കൂടൂ, ഇന്നതേ പ്രസിദ്ധീകരിച്ചുകൂടൂ എന്ന് പറയുന്ന ഒരു കാലം നമ്മുടെ മുന്നിൽ വന്നെത്തി നിൽക്കുകയാണ്. ഇടകലർന്ന് മനുഷ്യർ ജീവിക്കുക, കലർന്ന് ജീവിക്കുക എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും കലർന്ന് ജീവിക്കുന്ന ഒരു കാലത്തിന് വേണ്ടിയുള്ള ഒരു എഴുത്ത് നമ്മുടെ ഒരു പുതിയ എഴുത്തുകാരിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുതിർന്ന എഴുത്തുകാർ തീർച്ചയായും ഇത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പുതിയ എഴുത്തുകാരിലും അതുണ്ട് എന്നുള്ളത് ഏറ്റവും പുതിയ എഴുത്തുകാരെ വായിക്കുമ്പോൾ, മാതൃഭൂമി വിഷുപതിപ്പിൻ്റെയൊക്കെ സാഹിത്യ മത്സരത്തിൻ്റെ വിഷുപതിപ്പ് സാഹിത്യ മത്സരമൊക്കെ വായിക്കുമ്പോൾ തോന്നാറുണ്ട്. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് അത്തരത്തിലുള്ള ഒരു മനുഷ്യരെയെല്ലാം ഒന്നിച്ചു നിർത്താനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി എഴുത്തുകാരനും ഇൻഫ്ലുവൻസറുമായ ഡോക്ടർ മനോജ് കൃഷ്ണനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ അശോകേട്ടൻ നേതൃത്വം കൊടുക്കുന്ന കൈരളി ബുക്സാണ്. ഇന്ന് ലോകം പ്രതിനിധീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു മലയാളി ടച്ചും ഒരു കണ്ണൂർ ടച്ചും ഉണ്ട്. അത് പ്രത്യേകിച്ച് വിദേശത്ത് ജീവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. എപ്പോൾ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിനെ ചോദ്യം ചെയ്ത് തുടങ്ങുന്നോ അപ്പം മുതൽ പ്രശ്നങ്ങൾ തുടർന്നിരിക്കും. ഏത് സമയത്തും നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിനെ പ്രതികരിക്കാതെ വിട്ടു പോവുകയാണെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതായിരിക്കും. ഞാൻ അശോകേട്ടനെ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യും, മനോജ് ഫെസ്റ്റിവൽ വരാൻ പോവാണ്, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്ന ഒരാളാണ് ഞാൻ. വരുമ്പോൾ എയർപോർട്ടിൽ കുറേ ആളുകൾ പുസ്തകം വായിക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും മൊബൈലിൽ, ഇൻസ്റ്റയിൽ, റീൽസിൽ, ഡിജിറ്റൽ മീഡിയയിൽ ഒക്കുപ്പൈഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് മറിച്ച് പുതിയ ഇൻഫർമേഷൻസ് കിട്ടുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ 7 പുസ്തകങ്ങൾ എഴുതിയപ്പോൾ അതിൻ്റെ എഡിഷനുകൾ മാറി അടിച്ചു വരുന്ന സമയത്ത് അശോകേട്ടൻ പുതിയ ആശയങ്ങളുമായിട്ട് വരുമായിരുന്നു. ആ വന്ന ആശയങ്ങളുടെ പ്രകാരം ഇന്ന് UAE-യിൽ എല്ലാ സ്കൂളുകളിലും
ഒരു ആയിരക്കണക്കിന് കുട്ടികളെ എഴുത്തുകാരനാക്കി മാറ്റുന്നതിൽ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് നമ്മുടെ ശ്രീ അശോകേട്ടൻ. മധുപാൽജിക്ക് ആ കാര്യങ്ങളറിയാം. മധുപാൽജി അവിടെ വരുന്ന സമയത്ത് മധുപാൽജിയാണ് കൂടുതൽ പുസ്തകങ്ങളൊക്കെ ഇനാഗ്രേറ്റ് ചെയ്യാറ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ലോകം മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് പറ്റിയതൊക്കെ എഴുതി പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു. ചിലപ്പോൾ നമ്മളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ മെജോറിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മൈനോറിറ്റി ആണെങ്കിൽ പോലും നമ്മളുടെ ആശയങ്ങളായിട്ട് അവിടെ പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമാണ് അതിന് ആധികാരികത ഉണ്ടാവുന്നത്. ഏതൊരു മേഖലയിൽ ജീവിക്കുന്ന ആളായാലും ഏതൊരു തൊഴിലിൽ ജീവിക്കുന്ന ഒരാളായാലും നിങ്ങളെല്ലാവരും എഴുത്തുകാരാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറച്ച് പേരൊക്കെ നിങ്ങൾ ആദ്യം പരിഹസിക്കും, പിന്നെ നിങ്ങൾ അന്താരാഷ്ട്ര ലെവൽ ഉയർത്തെഴുന്നേൽക്കുന്ന കഥയായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അവാർഡുകൾ വാങ്ങുന്ന കഥയാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. അതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആവശ്യപ്പെടാതെ ആളുകൾ നിങ്ങൾക്ക് പുസ്തകങ്ങൾ എത്തിച്ചു തരും. നിങ്ങൾ ആവശ്യപ്പെടാതെ വേദികളിൽ നിങ്ങൾ ക്ഷണിക്കപ്പെടും. എപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ പകർത്തി ആധികാരികത, ഡോക്യുമെൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേസമയം ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുണ്ട്, പുറത്തുള്ള ആളുകൾക്കുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചുകളിലൊക്കെ പോയിക്കോട്ടെ. നമ്മളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മൾക്കറിയാവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാൻ കാണിക്കുന്ന ഈ ഒരു ഉദ്യമത്തിന്, കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലിന് വീണ്ടും ഉയർന്ന വേദികളും ഉയർന്ന നിലവാരത്തിലും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടാവുന്ന പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിനായി കൈരളി മാനേജിംഗ് ഡയറക്ടർ ഒ അശോക് കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സദസ്സിലും വേദിയിലിരിക്കുന്ന സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷം. കൈരളി ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 4ാമത്തെ എഡിഷൻ വളരെ പ്രധാനപ്പെട്ടത് കൂടിയായിരുന്നു. 2018 എനിക്ക് തോന്നുന്നു, കോവിഡിന് മുമ്പേ, വെള്ളപ്പൊക്കമുള്ളൊരു വർഷം 2018 കൈരളി ബുക്സിൻ്റെ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റ് കണ്ണൂർ വെച്ച് നടക്കുന്നത്. അന്ന് നമ്മുടെ ഒരു ആവേശത്തോടു കൂടി ഏകദേശം എനിക്ക് തോന്നുന്നൊരു 6 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. DC ബുക്സ് പോലും KLF അന്ന് 3 ദിവസമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വർഷം തന്നെ ഇത് പ്ലാനിങ് ചെയ്ത സമയത്ത് തന്നെ കോഴിക്കോട് വെച്ചിട്ട് KLFൽ പോയ സമയത്ത് രവി സാർ എന്നോട് പറഞ്ഞു, നീ എന്തൊരു മണ്ടത്തരാണ് ചെയ്തത്, 6 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ എങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നുള്ളൊരു ചോദ്യം രവി സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നയനാർ അക്കാദമിയിൽ വെച്ചിട്ടാണ് ആ വർഷം ആ പ്രോഗ്രാം ചെയ്തിരുന്നത്. പല പരിമിതികളുണ്ടെങ്കിലും ഏകദേശം 250 ഗസ്റ്റുകൾ, വിദേശത്ത് നിന്ന് അടക്കമുള്ള 250ഓളം ഗസ്റ്റുകൾ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും, പക്ഷേ നല്ലൊരു ചടങ്ങായിട്ട് മാറിയെങ്കിലും അന്നത്തെ ഒരു സാഹചര്യം, എനിക്ക് നയനാർ അക്കാദമിയിൽ എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്ര പ്രചാരം ഇല്ലാത്തത് കൊണ്ടോ എന്നറിയില്ല, ഓഡിയൻസിൻ്റെ വളരെ കുറവുണ്ടായിരുന്നു. ആ നിലക്ക് അത് പരാജയമായിരുന്നു. പക്ഷേ സെഷൻസിൻ്റെയും ആൾക്കാരുടെ ഗസ്റ്റുകളുടെയും സാന്നിധ്യം കൊണ്ട് വളരെ പമ്പിച്ച വിജയമുള്ള നമുക്കൊരു വലിയൊരു അനുഭവം തന്നൊരു ഫെസ്റ്റായിരുന്നു. അതിൻ്റെ പിറ്റത്തെ വർഷം തന്നെ 2019 ടൗൺ സ്ക്വയറിൽ വെച്ചിട്ടാണ് 2ാമത്തെ എഡിഷൻ നടന്നത്. അത് ഗംഭീര വിജയമായിരുന്നു. പിന്നെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴൊരു അനിശ്ചിതാവസ്ഥയിൽ കഴിഞ്ഞ വർഷമാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു മാറ്റമായിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് മധുവട്ടനായിട്ട് സംസാരിച്ചിട്ട് സിനിമ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഫെസ്റ്റിവൽ ആരംഭിച്ചത്. സിനിമാ മേഖലയിലുള്ള സർവത്ര ആൾക്കാരും, നടന്മാരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമായിരുന്നു അത്. മധുവട്ടനെ അടക്കമുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് വമ്പിച്ച വിജയമാക്കി തീർക്കാൻ അത് സാധിച്ചു. ആ ഒരു ഊർജ്ജം കൊണ്ടാണ് ഇപ്രാവശ്യം പ്രത്യേകിച്ചിട്ട് പുതുതലമുറയിലെ എഴുത്തുകാരെയും സിനിമക്കാരെയും എല്ലാ മേഖല കലാകാരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിന് രൂപം കൊടുത്തത്. അത് ഇന്നത്തെ രാവിലത്തെ സെഷനോട് കൂടിയിട്ട് ഗംഭീരമായി തുടങ്ങാൻ സാധിച്ചു. ഉദ്ഘാടന ചടങ്ങ് വളരെ ഭംഗിയായി കഴിഞ്ഞു.
ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ അക്ഷരസ്നേഹികളെയും സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് കേരള ബുക്സിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ഡോക്ടർ മുരളി മോഹൻ KV ആണ്. അദ്ദേഹത്തെ ആദ്യമായി ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇപ്രാവശ്യത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധ എഴുത്തുകാരിയായിട്ടുള്ള ശ്രീമതി തസ്ലീമ നസ്രീൻ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ഭംഗിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ചടങ്ങ് സന്തോഷത്തോടെ നിർവഹിച്ചതാണ്. അവരോടുള്ള നിസ്സീമമായ നന്ദി ഈ ചടങ്ങിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാഡം. അതോടൊപ്പം ചടങ്ങിനെ ആമുഖമായി സംസാരിച്ച കേരള ഇൻ്റർനാഷണൽ കൾച്ചർ ഫെസ്റ്റിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ ശ്രീ മധുപാൽ അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ കൈരളി ബുക്സിനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, അദ്ദേഹത്തോടും കൈരളി ബുക്സിനുള്ള നന്ദി അറിയിക്കുന്നു. വിജയേട്ടൻ PK വിജയേട്ടൻ, ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി വിജയേട്ടൻ, അതുപോലെ പുരോഗമന കലാസംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ശ്രീ MK മനോഹരേട്ടൻ, പ്രിയപ്പെട്ട മനോജ് കൃഷ്ണൻ, എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അക്ഷരസ്നേഹികളെയും ഔപചാരികതയുടെ പേരിൽ എല്ലാത്തെയും സ്നേഹത്തോടെയും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.